പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് പാസ്റ്റർ സജി പല്ലക്കുന്ന്. ഞാനിന്നിപ്പോൾ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ പോത്തുകൽ പഞ്ചായത്തിൽ 18-ാം വാർഡിലെ ഒരു യൂത്തിൻ്റെ ഭവനത്തിലാണ്. ഈ ഭവനം അതിഭയങ്കരമായ ചില പ്രയാസത്തിന് അനുഭവങ്ങളോട് പോവുകയായിരുന്നു. ഈ കഴിഞ്ഞ ഞായറാഴ്ച, ഇന്ന് ബുധനാഴ്ചയാണ്, കഴിഞ്ഞ ഞായറാഴ്ച രൂത്തിൻ്റെ ഭർത്താവ് നിത്യതയിൽ പ്രവേശിച്ചിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. എന്നാൽ ഈ കുടുംബം കടന്നു പോകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഒരു കുടുംബം പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ അവരെ സഹായിക്കാൻ ആരുമില്ലെങ്കിൽ തളർന്നു പോകുമ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് അങ്ങനെയുള്ള കുടുംബങ്ങൾ. ഈ കുടുംബത്തിൻ്റെ സംഭവിച്ച കാര്യങ്ങളൊന്ന് കേൾക്കണേ. ഈ രൂത്തിന് 2 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. പക്ഷേ ഈ ആദ്യത്തെ മോള് ഏത് കോളേജിലാണ് പഠിക്കുന്നത്? അവള് മൈസൂർ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? നിസർഗ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾക്ക് 4,65,000 രൂപ അടയ്ക്കണം. പക്ഷെ ഇപ്പം ആകെ അടച്ചിട്ടുള്ളത് 1,00,000 രൂപ മാത്രമേ ഉള്ളൂ. അതൊരു പ്രശ്നം. രണ്ടാമത്തെ കുഞ്ഞ് അവൾ +2 പാസ്സായി. അവളിനി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. BSc നേഴ്സിങ്ങിനാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തെ ഒരു പ്രശ്നം, വലിയൊരു പ്രശ്നമാണ്. അവിടെ വിവാഹത്തിന് മുമ്പ് എടുത്തിട്ടുള്ള ഒരു കടമുണ്ട്. പക്ഷെ ഇപ്പോഴത് 8,00,000 രൂപയായി തീർന്നു. അപ്പോൾ ഈ വീടൊക്കെ ജപ്തിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വേർപാട് കൊണ്ട് വല്ലാതെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. വ്യക്തി നോട്ടീസ് വന്ന് കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ലോണ് അവർക്ക് ഒരു കാരണവശാലും കിട്ടില്ല. അപ്പോൾ വല്ലാത്ത ഒരു പ്രയാസത്തിലും വല്ലാത്തൊരു കഷ്ടതയിലുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എനിക്കിത് പരിചയമുള്ളൊരു കുടുംബമാണ്. ഞാനിവിടെ അടുത്ത ഒരു ചർച്ചിൽ പാസ്റ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്. അന്ന് എനിക്ക് ഈ കുടുംബത്തെ അറിയാം. അപ്പോൾ വല്ലാത്തൊരു പ്രയാസത്തിലൂടെയാണ് പോകുന്നത്. ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്? SBI. ബ്രാഞ്ച് ഏതാ? എടക്കര. ആരുടെ പേരില അക്കൗണ്ട്? രൂത്തിൻ്റെ പേരിൽ. രൂത്തെന്ന് ഇയാളുടെ പേരില്ല. ഓക്കെ. പ്രിയമുള്ളവർ, ഈ അക്കൗണ്ടിൽ തന്നെ പൈസ അയക്കണം. ഇവർ മാനസികമായിട്ട് ഒരുപാട് തകർന്നിരിക്കുന്ന സാഹചര്യത്തിൽ സംസാരിക്കാൻ വേണ്ടതുപോലെ ഇവിടെ സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ തന്നെ ഈ കാര്യങ്ങൾ വന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കുക പ്രിയമുള്ളവരെ, വളരെ നിസ്സഹായ അവസ്ഥയിൽ വളരെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യങ്ങളിൽ നമുക്ക് ഇപ്രകാരമുള്ള കുടുംബങ്ങളെ സഹായിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയട്ടെ. നമ്മൾ പല കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊക്കെ ദൈവം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ വീട് ജപ്തി ചെയ്ത് പോയി കഴിഞ്ഞാൽ അവരെങ്ങോട്ട് പോകുമെന്നുള്ളത് അറിയുന്നില്ല. ഈ 2 പെൺകുഞ്ഞുങ്ങളുമായിട്ട്. സുനിലിന് എത്ര വയസ്സുണ്ടായിരുന്നു? 47 വയസ്സ്. 47 വയസ്സുള്ളപ്പോഴാണ് സുനിൽ പോകുന്നത്. അപ്പോൾ ഇത്ര ചെറുപ്പത്തിലെ വിധവയായി തീർന്ന ഈ സഹോദരിയും കുടുംബത്തെയും നമുക്ക് സഹായിക്കണം. ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവം ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ. എന്നെ സഹായിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണം.